ബീഹാറിലേക്ക് ഒന്ന് പോകണം. ബീഹാറിൽ വലിയ ഐതിഹാസിക വിജയത്തിന് ശേഷം NDAയുടെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരുകയാണ്. നിതീഷ് കുമാർ നേതാവായി തെരഞ്ഞെടുക്കും. വകുപ്പുകൾ സംബന്ധിച്ച് സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ തുടരുന്നു. വ്യാഴാഴ്ച നടത്താനിരിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നാണ് വിവരം. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാകേഷ്, ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ സംബന്ധിച്ച് തീരുമാനമായി കഴിഞ്ഞു. ഇനി വകുപ്പുകൾ അത് പങ്കെടുക്കുന്നതിലെ കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഏതായാലും ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ്. അദ്ദേഹം 10ാം തവണയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും നിതീഷ് കുമാർ 2005 മുതൽ ബീഹാറിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ അല്ലാതെ മുഖ്യമന്ത്രിയായത് ഒരാൾ മാത്രമാണ്, ജിതൻ റാം മാഞ്ചി. അതും നിതീഷ് കുമാർ തന്നെയാണ് മാഞ്ചിയെയും മുഖ്യമന്ത്രിയാക്കിയത്. ഏതായാലും നിതീഷ് യുഗം വീണ്ടും തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ചകൾ, വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നുമായി പട്നയിലും ഡൽഹിയിലുമൊക്കെ തന്നെ നിർണായക ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകളിൽ രണ്ടു പാർട്ടികളും തുല്യമായി തന്നെ മന്ത്രിസ്ഥാനം പങ്കിടാം എന്നൊരു നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 15 വീതം മന്ത്രിമാർ രണ്ടു പാർട്ടികൾക്കും ഉണ്ടാകും. 101 സീറ്റിൽ വീതം രണ്ടു പാർട്ടികളും മത്സരിച്ചു. BJPക്ക് 4 സീറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 2 മന്ത്രിസ്ഥാനമെങ്കിലും കൂടുതൽ വേണമെന്നൊരു അഭിപ്രായം BJPക്കുണ്ട്. അത്തരം കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും തർക്കങ്ങളില്ലാതെ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് നേതൃത്വം. കൂടാതെ LJP ഒരു നിർണായകമായ കക്ഷിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. 19 സീറ്റുകൾ അവർ നേടുകയും ചെയ്തു. LJPക്ക് ഏതായാലും 2ഓ 3ഓ മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. ചിരാഗ് പാസ്വാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. പക്ഷേ അക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ HAMന് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകും, RLMനും ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകും. ഇന്ന് ഏതായാലും നിയമസഭാ കക്ഷി യോഗം NDAയുടെ ചേരുകയാണ്. ഈ യോഗം നിതീഷ് കുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കും. അതിനു മുൻപ് BJPയുടെ നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. ഏതായാലും വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മോദി തന്നെ പറഞ്ഞിരുന്നതാണ് അവസാനത്തെ പ്രചാരണ യോഗത്തിൽ, അതായത് ഇനി ബീഹാറിലേക്ക് വരിക സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അമിത്ഷാ അടക്കം രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനത്ത് ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇന്നലെ മുതൽ ഇനി 2-3 ദിവസത്തേക്ക് ഗാന്ധി മൈതാനത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നുകൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായൊരു പരിപാടി പട്നയിലെ ഗാന്ധി മൈതാനത്ത് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ തീരുമാനം. രഞ്ജിത്ത്, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.